ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടർ ഒരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചിരുന്നു. ആ പ്രപ്പോസൽ എപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്? ആ പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് 23/6/2016. അന്നാരാ കേരളം ഭരിക്കുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയാണോ UDF ആണോ കേരളം ഭരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാൻ അതിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകാം. 1,70,000 രൂപ വില നിശ്ചയിച്ച് SLEC അംഗീകാരത്തിനായി സർക്കാരിനും റവന്യൂ വകുപ്പിനും 23/6/2016 തീയതിയിലെ LN നമ്പർ സോ പ്രകാരം സമർപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ 1,70,000 എന്ന വില സംസ്ഥാന സർക്കാരിലേക്ക് ജില്ലാ കലക്ടർ പ്രപ്പോസലായി സമർപ്പിക്കുന്നത് ഇടതുപക്ഷ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ UDF സർക്കാരിന്റെ കാലത്താണ് ഇത്തരമൊരു വില നിശ്ചയിച്ചത് എന്ന ആക്ഷേപത്തിൽ ഒരു കഴമ്പുമില്ല. സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണുന്നത് തന്നെ UDFന്റെ ഭരണം മാറി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഇന്ന് രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്ന രണ്ട് വാർത്ത. ഒന്ന് കൃഷി വകുപ്പും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ മറ്റൊരു ASനെ സംബന്ധിച്ചുമുള്ള വാർത്തയാണ്. വെട്ടം വില്ലേജിലെ ഇങ്ങനൊരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി UDF സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചിരുന്നു. ലോജിക്ക് അനുസരിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ഭൂമിയുടെ വില പോലും നിശ്ചയിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് നേരത്തെ ഇങ്ങനെ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ എടുക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, UDFന്റെ ഭരണകാലത്താണ് മലയാളം സർവകലാശാല നിലവിൽ വന്നത്. UDF ആണ് മലയാളം സർവകലാശാല കൊണ്ടുവന്നത്. KT ജലീലും കുറുവാ സംഘവും അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ മാത്രമാണ് ചെയ്തത്, ഭൂമിക്കൊള്ള. മലയാള സർവകലാശാല UDF തുടങ്ങിയ സമയത്ത് ആ പ്രദേശത്തെ വിവിധ വസ്തു ഉടമകൾ മലയാള സർവകലാശാലയെ സമീപിച്ചിരുന്നു. മലയാള സർവകലാശാലയെ സമീപിച്ചിട്ട് ഞങ്ങളുടെ ഭൂമി തയ്യാറാണ്, വിട്ടുതരാൻ തയ്യാറാണ് എന്ന് സർവകലാശാലയെ അറിയിച്ചപ്പോൾ സർവകലാശാല അത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിലേക്കും അയക്കും. സ്വാഭാവികമായ സാധാരണ ഒരു നടപടിക്രമം. ആ നടപടിക്രമത്തിൽ ഇപ്പൊ കൃഷി വകുപ്പിന് കൊടുത്താൽ കൃഷി വകുപ്പ് പറയും പാഡി ഫീൽഡ്, കണ്ടൽക്കാട്, തണ്ണീർത്തടങ്ങൾ ഇതൊന്നും നികത്താൻ പാടില്ല, അല്ലാതെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്താം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ സ്വാഭാവികമായ നടപടിക്രമമാണ് എന്ന് പറയുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകുന്നു. ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി UDF സർക്കാർ ഇറക്കിയ ഒരു ജിയോ. ഏത് ജിയോ ആണ്? ആദവനാട് വില്ലേജിൽ 100 ഏക്കർ ഏറ്റെടുക്കുന്നതിന് വേണ്ടി UDF ഗവൺമെന്റ് കാലത്ത് ഇറക്കിയ ജിയോ ആണ്. ഇന്ന് ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്ന അതേപോലെ തന്നെ UDF സർക്കാരിന്റെ കാലത്ത് ഇറക്കിയ മറ്റൊരു ജിയോ ആണ് ആദവനാട് വില്ലേജിൽ 100 ഏക്കർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ജിയോ. ഈ ജിയോക്കകത്തും കൃത്യമായി പറയുന്നുണ്ട്, തണ്ണീർത്തടങ്ങള്, നെൽവയലുകള് അതൊന്നും മാറ്റം വരുത്താതെ പൊതു ആവശ്യത്തിന് വേണ്ടി ആദവനാട് വില്ലേജിലെ 100 ഏക്കർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾ സാങ്ഷൻ തരുന്നു, സംസ്ഥാന സർക്കാർ സാങ്ഷൻ തരുന്നു എന്ന് പറയുന്ന ജിയോ ആണിത്. എന്നാൽ ആദവനാട് വില്ലേജിലെ ഈ 100 ഏക്കർ UDFന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തില്ല. വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി ഏറ്റെടുത്തില്ല. ഇനി ആ 25 കോടി വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ? അല്ല. വെട്ടം വില്ലേജിലെ മറ്റൊരു സ്ഥലം 30 ഏക്കർ. ആ 30 ഏക്കർ ഇപ്പോൾ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ നിൽക്കുന്ന അതിന്റെ സമീപത്തുള്ള 30 ഏക്കർ ഭൂമി. ആ 30 ഏക്കർ ഭൂമിക്ക് കൂടി കണക്കിലാക്കിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇറക്കിയ AS ആണ് ഇപ്പോൾ പൊക്കിപ്പിടിച്ചു കാണിച്ചുകൊണ്ട് അത് UDFന്റെ കാലത്ത് ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നു, അതിനെ തുടർന്നാണ് എന്ന ഒരു ആരോപണവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വളരെ നിർണായകമായ ഒരു രേഖ നിങ്ങളുമായി പങ്കുവെക്കാം. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് UDF മുന്നോട്ട് പോയ സമയത്തെല്ലാം ഇപ്പൊ ആദവനാട്ട് 100 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി പോയപ്പോ ഈ കുറുവാ സംഘം അവിടെ എത്തി നാട്ടുകാരെ ഇളക്കി
സർക്കാർ ഭൂമി ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ആർക്കും പൈസ കിട്ടില്ല, അതുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി ആ 100 ഏക്കറിൽ തന്നെ ചില ആളുകൾ പിന്നീട് ഭൂമി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. UDF-ന്റെ ഭരണകാലത്ത് വെട്ടം വില്ലേജിലെ മറ്റൊരു 30 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെയും ഈ കുറുവാ സംഘം എത്തി. ആ ഭൂമി നെൽവയലാണ്, അത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് സർവേ പോലും നടത്താൻ സമ്മതിക്കാതെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ആട്ടിയോടിച്ചു. എന്നിട്ട് എല്ലാ കണ്ണുകളും ഈ കുറുവാ സംഘം നോക്കി വെച്ച, അവിടെ കൈവശമുള്ളതല്ല, ഈ കുറുവാ സംഘം നോക്കി വെച്ച ഈ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അദ്ദേഹം ഈ ഭൂമി കൊള്ളക്ക് കൂട്ടുനിന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം 2017 അന്ന് അദ്ദേഹമാണ്, രവീന്ദ്രനാഥാണ് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അതിന്റെയും രേഖകൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് 2017 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിന്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിന്റെ പകർപ്പാണിത്. അത് കഴിഞ്ഞ് ഈ രവീന്ദ്രനാഥിനെയും വെച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയില്ല, ഈ ഭൂമിക്കൊള്ള നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മലബാറിലെ കൊള്ള സംഘം അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KT ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം 2018 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ താരതമ്യേന നല്ല വകുപ്പായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒഴിവാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ ഈ കുറുവാ സംഘത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ഈ കച്ചവടത്തിൽ കൂട്ടുപങ്കാളിയായി നിൽക്കുന്നതിന് വേണ്ടിയാണ്, ഈ ഭൂമി കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു. AC മൊയ്തീൻ നിങ്ങൾക്കറിയാം, AC മൊയ്തീൻ തദ്ദേശ മന്ത്രിയായി, KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫയലാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഈ രേഖക്കകത്ത് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന്റെ ഫയലാണ്. ആ ഫയലിനകത്ത് 59 മുതൽ 57 മുതൽ 61 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിൽ അത് വരും. അതിനകത്ത് പറയുന്നത് 57 17.65 കോടി രൂപ, 17.65 crores is required for acquisition of land for Malayalam University. The finance department has asked that savings be identified for the land purchase. However, administrative sanction has been issued completely under all heads of account, hence there are no savings. 58 meanwhile, White judgment 9/1/2019 so and so filed by Ali and others. The High Court has directed that the request of the petitioners for acquisition of their land in Adavanad village in Malappuram be examined by the competent among respondent 1 to 3, that is Chief Secretary, Principal Secretary Revenue, Principal Secretary Higher Education, after calling for a report from Vice Chancellor and after hearing the petitioners and an authorized representative of the university. 9/1/2019 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആദവനാട്ടെ ഭൂ ഉടമകൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു, അവരുടെ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, സംസ്ഥാന സർക്കാർ ഈ കോമ്പിറ്റന്റായ അതോറിറ്റി വെച്ച് ഈ ആദവനാട്ടെ ഭൂ ഉടമകളുമായി സംസാരിക്കണം. കാരണം അപ്പോഴേക്ക് ഭൂ ഉടമകൾക്ക് മനസ്സിലായി ഈ പറയുന്ന കുറുവാ സംഘം ഇവിടെ ഭൂമി തൽക്കാലം അത് രജിസ്റ്റർ ചെയ്യാനുള്ള പണി നടക്കുന്നുണ്ട്. ഈ കുറുവാ സംഘം നേരത്തെ ഞങ്ങളെ വന്ന് പിന്തിരിപ്പിക്കാനുള്ള കാരണം അവരുടെ ഭൂമി വിൽക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ആദവനാട്ടെ ഈ ഭൂ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ട് അവരോട് സംസാരിക്കാനാണ്, സംസാരിച്ചൊരു തീരുമാനമെടുക്കാനാണ്. എപ്പോൾ എടുക്കണം എന്നുകൂടി പറയുന്നുണ്ട്. 6 വീക്കിനുള്ളിൽ
ഈ ജഡ്ജ്മെന്റിന്റെ 6 ആഴ്ചക്കുള്ളിൽ അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? ഹോണറബിൾ മിനിസ്റ്റർ, ആരാണ് ഹോണറബിൾ മിനിസ്റ്റർ? അന്ന് ഹോണറബിൾ മിനിസ്റ്റർ ഹയർ എഡ്യൂക്കേഷൻ ശ്രീ KT ജലീലാണ്. ഹാസ് റിട്ടൺ ഓൺ ദ കോപ്പി ഓഫ് ദി ജഡ്ജ്മെന്റ് ടു പ്രിഫർ എൻ അപ്പീൽ. അതെന്താ ആദവനാട്ട ഭൂമിക്കാരോട് ഇത്ര ദേഷ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്? ആദവനാട്ട ഭൂമി ഉടമകളോട് സംസാരിച്ച് അവർ ഭൂമി തരാമെന്ന് സന്നദ്ധരാണെന്ന് അറിയിച്ച് അതും വില കുറച്ചു തരാം എന്ന്, അതും ഈ പറഞ്ഞ ഭൂമിയുടെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിയുടെ പകുതിയിൽ താഴെ വിലക്ക് തരാമെന്ന് ആദവനാട്ട ഭൂവുടമകൾ പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് അക്കാര്യത്തിൽ തീരുമാനം അവരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് അപ്പീൽ പോകുന്നത്? ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അപ്പീൽ പോയത്? അന്നപ്പോ ആ സമയത്ത് ഇത് എഴുതിയ ആരെന്നറിയോ? ഡോക്ടർ ഉഷ ടൈറ്റസ്. അന്ന് അവരാണ് ഹയർ എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അവർ പറയാണ്, however the land which has been cleared by SLEC has not been purchased from the owners, hence legal opinion may be sought about the grounds of appeal. അതായത് മിനിസ്റ്റർ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, അപ്പീൽ പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടില്ല. ആരുടെ? ഈ വെട്ടം വില്ലേജിലെ ഭൂമി നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. പിന്നെ അവരുടെ സംശയം പ്രകടിപ്പിക്കുകയാണ്, എന്തിനാണ് അപ്പീൽ പോകുന്നത് അവർക്ക് അറിയില്ല. അവരുടെ ഒരു സംശയം അവിടെ പങ്കുവെച്ചു. എങ്കിലും മന്ത്രി പറഞ്ഞതുകൊണ്ട് അവർ ലീഗൽ ഒപ്പീനിയൻ തേടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ തേടാൻ വേണ്ടി, ആസ് സജസ്റ്റഡ് ബൈ ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ടു സീക്ക് ലീഗൽ ഒപ്പീനിയൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ, the AG is instructed to tender his opinion on the matter and to prefer an appeal accordingly. Vishwanath K, Assistant Private Secretary, has authorized to meet AG with the file. ഇതാര് എഴുതിയ ഒപ്പാണ്? ഇത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ KT ജലീൽ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഫയലിന്റെ കോപ്പിയാണ് മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത്. തീർന്നില്ല, അത് കഴിഞ്ഞും മന്ത്രി എഴുതുകയാണ്, AG has tendered his opinion as to the scope of appeal in the matter in which he has suggested that this is a fit case for appeal before the division bench. Regarding the fund for land purchase, മുമ്പ് ടെൻഷൻ അതാണ്. ഏത് പർച്ചേസിന്റെ ഫണ്ടിന്റെ കാര്യത്തിലാണ് മുമ്പ് ടെൻഷൻ. Regarding the fund for land purchase, though the finance department has asked to locate savings, the higher education department has reported that there are no savings since administrative sanction has been issued completely under head of accounts. Hence, it is submitted for orders. The proposal for funds for the purchase of land to the tune of rupees 17.65 crore may be placed before the cabinet for approval. 17.65 കോടി രൂപ ക്യാബിനറ്റിന്റെ അപ്രൂവലിന് വേണ്ടി ഡോക്ടർ KT ജലീൽ. ഇപ്പുറത്ത് ഏജ് പറഞ്ഞിട്ടുണ്ട്, എന്ത്, നമുക്ക് ഫിറ്റായ കേസാണ്, അപ്പീലിന് പോകാം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ ഉടനെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ഇത് ക്യാബിനറ്റിൽ വെച്ച് ഈ 17.65 കോടി രൂപ പാസ്സാക്കണം. അങ്ങനെ KT ജലീൽ കോടതി ഉത്തരവുകൾ മറികടന്ന്, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്ന്, വഴിവിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷ ടൈറ്റസിന്റെ പോലും അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ തന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറുവ സംഘത്തിന് ഈ 17 കോടി രൂപയുടെ 65 ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് അത് വൈറ്റ് അക്കൗണ്ട് ആക്കി, വൈറ്റ് മണിയാക്കി തന്റെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് മാത്രമല്ല, കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിന്റെ തെളിവുകൾ സഹിതമുള്ള, അദ്ദേഹം ഒപ്പുവെച്ച രേഖകൾ സഹിതമുള്ള തെളിവുകളാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത്. ഇത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കള്ളപ്പണം തിരൂരിലും താനൂരിലും തവനൂരിലുമൊക്കെ ചെലവഴിച്ചു എന്ന് ന്യായമായും സംശയിക്കുന്നു. കാരണം താനൂരിൽ മത്സരിച്ച ഇപ്പോഴത്തെ മന്ത്രിയുടെ സഹോദരന്മാരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്. ഒന്ന്. മറ്റൊരു ബെനിഫിഷ്യറി തവനൂരിൽ മത്സരിച്ച, ഇതിന് ചുക്കാൻ പിടിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലാണ്. മൂന്നാമത്തെ ആൾ ലില്ലീസ് ഗഫൂറാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്. ഈ കൊള്ള സംഘം നടത്തിയ ഈ കൊള്ളക്ക് ഇനി ഏത് രേഖ കാണിച്ചാലും ഇതിനേക്കാൾ വലിയ
ഒരു തെളിവുകളെ മറച്ചു പിടിക്കാൻ ഒരു രേഖക്കും സാധ്യമല്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിച്ചിരിക്കുന്നത്. ഏത് വിഷയത്തില്? അങ്ങനെയാണെങ്കിൽ ഈ ആദവനാട്ടെ ഭൂവുടമകൾ കോടതിയെ സമീപിക്കുകയോ ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്? അതെ, പിന്നീട് പോയല്ലോ. ആദവനാട്ടെ ഭൂമി ഏറ്റെടുക്കണ്ട എന്ന് സംസ്ഥാന സർക്കാർ UDF-ന്റെ കാലത്ത് തീരുമാനിച്ചോ? UDF-ന്റെ കാലത്ത് ഇറക്കിയ ജിയോയുടെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിപ്പോൾ നിങ്ങൾക്ക് നൽകാനും യാതൊരു മടിയുമില്ല. ഒരു കാരണവുമില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. ഇഷ്യൂ ഉണ്ടാക്കിയത് മുഴുവനും ഈ ആദവനാട്ടെ ഭൂമിയാവട്ടെ, ഈ പറയുന്ന ഷിയാബ്തങ്ങൾ വെട്ടം വില്ലേജിൽ തന്നെ മറ്റൊരു സ്ഥലമാകട്ടെ, ഷിയാബ്തങ്ങൾ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള ആ സ്ഥലമാകട്ടെ, ആ സ്ഥലമൊക്കെ മുടക്കി ഇവർ നോക്കിവെച്ച, ഈ കുറുവാ സംഘം നോക്കിവെച്ച ഭൂമി തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവർ ഈ നാടകങ്ങൾ മുഴുവൻ കാണിച്ചത്. പക്ഷേ അന്ന് ഇത് മനസ്സിലാക്കിയ സി രവീന്ദ്രനാഥ്, അന്നത്തെ റവന്യൂ വകുപ്പ്, CPIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിശക്തമായ വിയോജനക്കുറിപ്പ് പറഞ്ഞു. റവന്യൂ മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ ഈ വിഷയം ആദ്യം പറയുന്ന പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് ചോദിച്ചിട്ടുണ്ട്, അതെന്താ റവന്യൂ വകുപ്പല്ലേ ഏറ്റെടുക്കേണ്ടത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിലെന്താ പങ്ക്? ആ ചോദ്യം ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇതിന് മുഴുവൻ മുൻകൈയെടുത്തത്. ഈ പണം അനുവദിക്കാൻ, ഈ വഴിവിട്ട നീക്കം നടത്താൻ മുഴുവൻ മെനക്കെട്ടത്. രേഖകൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒപ്പുവെക്കാൻ പോലും മടിയില്ലെങ്കിൽ ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കാൻ ഒരു മടിയുമില്ല എന്നല്ല അദ്ദേഹം തെളിയിക്കുന്നത്. കൊള്ള നടത്തുക മാത്രമല്ല, അത് ഫയലിൽ എഴുതി അതിന്റെ പേരിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും നേരിടാൻ പോലും തയ്യാറാണ്, പണം കിട്ടിയാൽ മതി എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ KT ജലീൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെളിവുകൾ പുറത്തു വരും എന്ന് ഭയന്നിട്ട് ഏതെങ്കിലും മാധ്യമത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് പറഞ്ഞത്, ഫിറോസ് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സുമായിട്ട് വരുമ്പോൾ അതിന്റെ ബാക്ക് ഫയലുകളൊക്കെ ഒന്ന് നോക്കണ്ടെന്നാണ്. അത് ബാക്ക് ഫയലുകൾ പരിശോധിക്കേണ്ട, അതിന്റെ ഫാക്ട് പരിശോധിക്കേണ്ടത്. ഫാക്ട് പരിശോധിച്ച് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയ വിദ്വാനാണ് എന്നെ ഉപദേശിക്കുന്നത്. എല്ലാ ബാക്ക് ഫയലുകളും പരിശോധിച്ചിട്ടാണ് ഞാനൊരു കാര്യത്തിന്, യൂത്ത് ലീഗ് ഒരു കാര്യത്തിന് ഇടപെടുന്നത്. അതിന്റെ തെളിവുകളാണ്, സംസാരിക്കുന്ന തെളിവുകളാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം പറയട്ടെ, എനിക്കിതിൽ പങ്കില്ല, അന്വേഷണത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഞാൻ മുൻകൈയെടുത്ത്, ഞാൻ ക്യാബിനറ്റിലൊരു അംഗമാണ്, എന്റെ ബന്ധുക്കളുടെ പേരിലടക്കം ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാനൊരു അന്വേഷണത്തിന് ഉത്തരവിടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടട്ടെ. കാരണം സംസ്ഥാനത്തെ നികുതി പണത്തിൽ നിന്ന് 17,65,00,000 രൂപ നഷ്ടപ്പെട്ട കാര്യമാണ്. അത് ചില മുതലാളിമാരുടെ അക്കൗണ്ടിലേക്ക് പോയ കേസാണ്. അതും 2,000 രൂപ മുതൽ 40,000 രൂപ വരെയുള്ള ഭൂമി. അതും 2016 വരെ സാധാരണക്കാരുടെ ഭൂവുടമകൾ, പാവപ്പെട്ട നമ്പൂതിരിമാരും അതുപോലെ തന്നെ മൊയ്തീൻകുട്ടിയാജിയും ഒരു പാവപ്പെട്ട സഹോദരിയും ഉൾപ്പെടെയുള്ള ഭൂവുടമകൾ 2016 വരെ. പിന്നെ എപ്പോഴാണ് ഈ പറയുന്ന കുറുവാ സംഘം, ലില്ലീസ് ഗഫൂറും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും മന്ത്രി B. അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളൊക്കെ രംഗപ്രവേശനം ചെയ്തു? അതൊക്കെ പരിശോധിക്കണ്ടേ? ഇതിൽ സമഗ്രമായ അന്വേഷണം വേണ്ടേ? ഇനി ജലീൽ എന്തു പറഞ്ഞാൽ രക്ഷപ്പെടുക? ഇത്ര ഭീകരമായ ഒരു അഴിമതി നടത്തിയിട്ട് എന്റെ പോക്കറ്റിലെ പെന്നും ഞാൻ കെട്ടിയ വാച്ചും ഞാനിടുന്ന ഷർട്ടിന്റെ ബ്രാൻഡും ഒക്കെ നോക്കി നടക്കുന്ന പണിയല്ലേ ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറുപടി പറയണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. KT ജലീലിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിങ്ങൾ ഈ 17,65,00,000 രൂപ അനുവദിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ച വഴിവിട്ട കളികളുടെ രേഖയാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. വാ തുറന്ന് സംസാരിക്കണം. പിന്നെ പറയുന്നത് എന്താ, നിയമസഭ പറയട്ടെ എന്നാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയം നേരത്തെ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചതാണ് UDF. അന്ന് അനുമതി നിഷേധിച്ചു. ഇനി ഒരിക്കലും അനുമതി ചോദിച്ചൊരു കാര്യത്തിൽ അതേ വിഷയത്തിൽ വീണ്ടും അനുമതി ചോദിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ. അപ്പൊ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളിൽ പിന്നെ പിടിച്ച് എങ്ങനെയെങ്കിലും മറുപടി പറയുന്നതിൽ രക്ഷപ്പെടാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഈ നാട്ടിലെ ഓരോ പൗരനോടും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ KT ജലീലിനുണ്ട്. നിയമസഭ ചോദിച്ചിട്ടല്ലല്ലോ ഇദ്ദേഹം ഈ പണം അനുവദിച്ചത്. ഈ നാട്ടിലെ ഓരോ പൗരനോടും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിനുണ്ട്. മറുപടി പറയണം, മറുപടി പറയിപ്പിക്കും, ഒരു സംശയം വേണ്ട.
സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രപ്പോസൽ മലപ്പുറം ജില്ലാ കലക്ടർ ഒരു പ്രപ്പോസൽ കൊടുത്തത്, അതായത് ഭൂവുടമകളൊക്കെ അന്ന് കലക്ടറെയും മലയാള സർവകലാശാല VC ചെന്ന് കാണുകയാണ്. അവരൊക്കെ പറയും ഞങ്ങളുടെ ഭൂമി ഇത്രക്ക് തരാം, ഞങ്ങളുടെ ഭൂമി ഇത്രക്ക് തരാം. ആ പ്രപ്പോസലൊക്കെ സംസ്ഥാന സർക്കാരിന് അയക്കും. സംസ്ഥാന സർക്കാരാണ് നയപരമായി ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. UDFന്റെ ഭരണകാലത്ത് നയപരമായി ഒരു തീരുമാനവും എടുത്തില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും നയപരമായ തീരുമാനം എടുത്തില്ല. അദ്ദേഹത്തെ മാറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ KT ജലീലിന് കൊടുത്തു. ഇത് ഇങ്ങനെ ഒരു കള്ളക്കളിക്ക് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ അതല്ല ജലീൽ ഏറ്റെടുത്ത നല്ലൊരു വകുപ്പ് തിരിച്ചു പാർട്ടിക്ക് തന്നെ കിട്ടുമ്പോൾ അപ്രധാനമായ ഒരു വകുപ്പ് കൊടുത്താൽ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കൊടുത്തതാണോ? അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. ഫെബ്രുവരിയിൽ, അതായത് അതെ, വില നിശ്ചയിക്കല്ല. അതായത് സംസ്ഥാന സർക്കാരിന്റെ മലപ്പുറം ജില്ലാ കളക്ടറായിരുന്ന കളക്ടറുടെ പേര് ഞാൻ മറന്നുപോയി. ആ കളക്ടറുടെ മുമ്പാകെ ഭൂ ഉടമകളെ അമിത് മീനാണെന്ന് എന്റെ ഓർമ്മ. അമിത് മീനയുടെ മുമ്പാകെ ഭൂ ഉടമകൾ ചെന്ന് ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ്. അപ്പൊ കളക്ടർ ചോദിച്ചു നിങ്ങൾക്ക് ലാസ്റ്റ് എത്രക്ക് തരാൻ പറ്റും? അപ്പൊ അവര് 3 ലക്ഷം പറഞ്ഞു, 2 ലക്ഷം പറഞ്ഞു. അതും ആര് പോയി KT ജലീൽ പങ്കുവെച്ച, നിങ്ങൾ അതും പരിശോധിക്കണം. KT ജലീൽ പങ്കുവെച്ച ആ മിനിറ്റ്സിൽ ഭൂ ഉടമകളുടെ ആരുടെയും പേരില്ല. നിങ്ങൾ ആ മിനിറ്റ്സ് പരിശോധിക്കുക, ആരാ പങ്കെടുത്തത്. എന്നാൽ അതിനുശേഷം 1,70,000 നിന്ന് 1,60,000 ആക്കിയ മിനിറ്റ്സിൽ ഭൂ ഉടമകളുടെ പേരുണ്ട്. ആ ഭൂ ഉടമകളുടെ പേരാണ് ഈ പറഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും മന്ത്രിയുടെ ബന്ധുക്കളൊക്കെ. 1,70,000 ചോദിച്ച ഭൂ ഉടമകളുടെ പേരേ ഇല്ല. ആ മിനിറ്റ്സിൽ തന്നെ സംശയമുണ്ട്, അന്വേഷണ വിധേയമാക്കണം. ഇനി ആ മിനിറ്റ്സ് ശരിവെച്ചാൽ പോലും അത് സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്നത് ഭരണം മാറിയതിനു ശേഷമാണ്. ഒരുപക്ഷെ ഭരണം മാറുന്നതിന്റെ തൊട്ടു മുമ്പ് ഈ കുറുവാ സംഘം, അവർക്ക് അവരുടെ പേര് മെൻഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ പേരിലല്ല അന്ന് ഭൂമിയുള്ളത്. ഈ കുറുവാ സംഘം ഒരു പ്രപ്പോസൽ ഈ ഭൂമി വാങ്ങുന്നതിന് മുമ്പ് കലക്ടറുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുകയും ഭരണം മാറിയാൽ ഈ നീക്കങ്ങൾ നടത്താം എന്ന് വിചാരിച്ച് ഭരണം മാറിയതിനു ശേഷം അത് അയപ്പിക്കുകയും ചെയ്തതാവാം. അതും അന്വേഷണ വിധേയമാക്കണം. പക്ഷേ അതായത് വില നിർണയ സമിതി എങ്ങനെ വില നിശ്ചയിക്കുന്നത്? നിങ്ങളുടെ ഒരു വസ്തു നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം എത്രയാ വില എന്നുള്ളത്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറയണം ഞങ്ങൾക്ക് ഇത്ര വിലക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതിലെന്താ സംഭവിച്ചത്? മലപ്പുറം കളക്ടറേറ്റിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ എത്ര വിലക്ക് തരും എന്ന് ചോദിച്ചു. നിങ്ങൾ 2 ലക്ഷത്തിന് തരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ചോദിച്ചു 1,80,000 പറ്റുമോ, 1,70,000 പറ്റുമോ, വിവിധ വിലകൾ അങ്ങോട്ട് സംസാരിച്ച് അവസാനം അവർ സംബന്ധിച്ചൊരു വില സംസ്ഥാന സർക്കാരിലേക്ക് പ്രപ്പോസലായി അയക്കുക മാത്രമാണ് ചെയ്തത്. അതും എപ്പോ? ഭരണം മാറിയതിനു ശേഷം. UDFന്റെ കാലത്ത് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നോ? UDFന്റെ ഭരണകാലത്ത് അത്തരം ഒരു പ്രപ്പോസലായി UDF ഭരണത്തിന് മുമ്പിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആ പ്രപ്പോസൽ വരാതിരുന്നത്? UDF അത് ഏറ്റെടുക്കില്ല. ഇതും മാത്രമല്ല, ആദവനാട്ട ഭൂമി UDF സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. 30 ഏക്കർ ഭൂമി UDF സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വില നിശ്ചയിക്കാനോ സംസ്ഥാന സർക്കാർ, ഞാൻ പറയുന്നത് ക്യാബിനറ്റോ മന്ത്രിസഭയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരോ നയപരമായി ഒരു തീരുമാനം എടുത്തിട്ടില്ല. രാഷ്ട്രീയ തീരുമാനം വന്നിട്ടില്ല, നയപരമായ തീരുമാനം വന്നിട്ടില്ല. ഇതെല്ലാം വരുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആ ഭൂ ഉടമകളുടെ, ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാം. ഈ ഭൂ ഉടമകൾ 1,70,000 കലക്ടർക്ക് പ്രപ്പോസൽ കൊടുത്ത് കലക്ടർ അത് അംഗീകരിച്ചാൽ പിന്നെ 2,000 രൂപക്ക് ഈ ഭൂമി ഇവര് ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിന് വിൽക്കുവോ? ഈ അബ്ദുറഹ്മാന്റെ ബന്ധുക്കൾ വിൽക്കുവോ? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കല്ലേ. എന്റെ ഭൂമിക്ക് സംസ്ഥാന സർക്കാർ 1,70,000 തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാണ് ലില്ലീസ് ഗഫൂറിന് 2,000 രൂപ കൊടുക്കുന്നത്? ഞാൻ എന്തിനാണ് അബ്ദുറഹ്മാന്റെ ബന്ധുക്കൾക്ക് 40,000 കൊടുക്കുന്നത്? അപ്പം വില ഉറപ്പിച്ചത് പോലും ഈ ഉടമകൾ അറിയുന്നില്ല, യഥാർത്ഥ ഉടമകൾ അറിയുന്നില്ല. അപ്പൊ ഇതിനകത്ത് അടിമുടി കള്ളക്കളിയാണ്. ഈ കള്ളക്കളിയുടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും സമഗ്രമായ ആധികാരികമായ തെളിവാണ് ഇപ്പോ മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കിയത്. ഇതിൽ അന്വേഷണമല്ലാതെ മറ്റൊന്നുമില്ല. കള്ളപ്പണം വെളുപ്പിച്ചൊന്നും മാത്രമല്ല, ഭീകരമായ അഴിമതി. 2 കാര്യമാണ്. ഏതാണ്ട് 2-2.5 കോടി രൂപയാണ് ആകെ ഈ ഭൂ ഉടമകൾക്ക് ഇപ്പോൾ ഏറ്റെടുത്ത ഈ കുറുവാ സംഘത്തിന് ചെലവായത്. അപ്പൊ 15 കോടിയോളം രൂപയുടെ അഴിമതി. രണ്ടാമത്തെ കാര്യം, ഈ പണം മുഴുവനും അവരുടെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്ന് വരികയാണ്. അതിന്റെ സോഴ്സായി ആ പണം എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചെലവഴിക്കാം, ഭൂമി വിറ്റതാണ് എന്ന് കാണിച്ചാൽ മതി.
ഇനി അതിന് ടാക്സ് എക്സംഷൻ വാങ്ങിയിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിക്കലുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയാം. ഇനി ടാക്സ് അടച്ചാൽ പോലും എത്ര കോടി രൂപയാണ് വൈറ്റ് മണിയായി അവർക്ക് കിട്ടിയത്? 17,65,00,000 രൂപ. ആകെ 2.5 കോടി രൂപ. അപ്പൊ നമ്മളൊരു ശരാശരി ഇപ്പൊ അവിടെയുള്ള ഭൂമി വിറ്റ ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, 2000 മുതൽ ഏറ്റവും ചുരുങ്ങിയ വില 2000, ഏറ്റവും ഉയർന്ന വില 40,000. അപ്പൊ ഏകദേശം ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ ഒരു 2.5 കോടി രൂപയാണ് ആകെ ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിനും അവരുടെ സഹോദരങ്ങൾക്കും മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങൾക്കും ചെലവായത്. അപ്പൊ 17,65,00,000 കഴിച്ചാൽ ബാക്കി 15 കോടിയാണ്. ആ 15 കോടിയുടെ അഴിമതി ഒരു സെന്റിന് 2000. ഇത് ചതുപ്പ് സ്ഥലല്ലേ? ചതുപ്പ് സ്ഥലം ഒരു നിർമ്മാണം നടത്താൻ സ്ഥലം കിട്ടും. നിങ്ങൾ ഞങ്ങളോട് ഭൂമി വിറ്റ ആളുകൾ പറഞ്ഞ കണ്ടൽക്കാട് നിറഞ്ഞ സ്ഥലമാണ്, ഒന്നിനും കൊള്ളൂല. ചതുപ്പ്, കണ്ടൽക്കാട്, CRZ3, അതായത് നോൺ ഡെവൽ അനീഷ് NDZ എന്ന് പറഞ്ഞാൽ CRZ3 നിങ്ങൾക്ക് വേറെ എന്തും ചിലപ്പോൾ നികത്താൻ പറ്റും. CRZ3 NDZ നികത്താൻ പറ്റും. അവിടെ കൺസ്ട്രക്ഷൻ പറ്റില്ല. അവിടെ 2000 അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. കാരണം ആ ഭൂമി, എനിക്ക് ഇത്രയും ഭൂമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ആ ഭൂമി കൊണ്ട് എന്ത് ഗുണമുള്ളത്? ഞാൻ എൻ്റെ കയ്യിൽ 25 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിന് 2000 രൂപക്കും അതിനും കുറഞ്ഞൊക്കെ ഇപ്പോഴും കിട്ടും. കണ്ടൽക്കാടും CRZ3 ഒക്കെ നിറഞ്ഞ ഭൂമി. പരിസ്ഥിതി വിരുദ്ധം എന്ന് പറയാൻ കഴിയില്ല, കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കില്ലല്ലോ. ഇപ്പൊ ഇതുവരെ കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ലല്ലോ. നിങ്ങൾ അവിടെയാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ തലകുത്തി മറിഞ്ഞാലും അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയില്ല. ട്രിബ്യൂണൽ ഉത്തരവുണ്ട്. ജലീൽ അവകാശമല്ലേ? ഞാൻ കാണിച്ചത് ഹൈക്കോടതി ഉത്തരവാണ്. ഹൈക്കോടതി ഉത്തരവ് മറ്റേ ഫയൽ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, ഹൈക്കോടതി ഉത്തരവിന്റെ കോപ്പി എന്റെ കൈവശം. ഹൈക്കോടതി ഉത്തരവിനകത്ത് ഈ പറയുന്ന അലി ആൻഡ് അതേഴ്സ് ആരൊക്കെയാണെന്നറിയാം? യാദവനാട്ടെ ഭൂവുടമകൾ അലി, സക്കരിയ, ഇബ്രാഹിംകുട്ടി, അബ്ദുൽ സലാം, മുഹമ്മദ് കുട്ടിയാജി, റുക്കിയ തുടങ്ങിയ അലി മുതൽ ബാക്കി ഭൂവുടമകളെല്ലാം കൂടി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി പറയാണ് അവരുടെ ഭൂമി ഏറ്റെടുക്കുന്നത്. അവർ സ്വമേധയാ ഭൂമി തരാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഏറ്റെടുത്ത ഭൂമിയേക്കാൾ കുറഞ്ഞ വില, നിങ്ങൾ ഇപ്പോൾ പറയുന്ന, അന്ന് ഏറ്റെടുത്തിട്ടില്ല, നിശ്ചയിച്ച വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഭൂമി തരാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് അവരുമായി സംസാരിച്ചുകൂടാ? അതുകൊണ്ട് അവരുമായി സംസാരിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ എന്തിനാണ് സർക്കാർ അപ്പീൽ പോകുന്നത്? ആ ഭൂമി ഏറ്റെടുക്കണ്ട എന്ന് ആർക്കാണ് താല്പര്യം? ഈ ഉയർന്ന വിലയുടെ ഭൂമി തന്നെ, അതും ചതുപ്പ് സ്ഥലം, കണ്ടൽക്കാട്, CRZ3, ആ ഭൂമി തന്നെ ഏറ്റെടുക്കണമെന്ന് ആർക്കാണ് നിർബന്ധം? അത് ശ്രീ KT ജലീലിനും അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിനും പൂർവാ സംഘത്തിനുമാണ്. ഗവർണർക്ക് അന്വേഷിക്കാൻ എന്ത് അധികാരം? ഗവർണർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അദ്ദേഹത്തിന് ഇത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനല്ലാതെ അദ്ദേഹത്തിന് നേരിട്ട് അന്വേഷിക്കാനുള്ള അധികാരമുണ്ടോ? എത്ര കോടതി വിധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഗവർണർക്ക് ഇത് പരിശോധിക്കാൻ കഴിയില്ല. ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ ആലങ്കാരികമായ ഒരു പദവി, എല്ലാവർക്കും അറിയാം. ആകെ വൈസ് ചാൻസലർ നിയമനം പോലെയുള്ള ചില കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് അധികാരമുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്താനുള്ള ഉത്തരവാദിത്വം അന്വേഷണ ഏജൻസികൾക്കാണ്. ഗവർണർ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലല്ലോ. ആ അന്വേഷണം നടത്താനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചപ്പോൾ അനുമതി പോലും കൊടുക്കാതെ ഒളിച്ചോടിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ജലീലിന് രക്ഷയില്ല. അദ്ദേഹത്തിന് ഒന്ന് ധാർമ്മികമായി MLA ആയിട്ട് തുടരാൻ പറ്റൂല്ലെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 6 മാസം കഴിഞ്ഞ് കേരളത്തിൽ അധികാരമാറ്റം ഉണ്ടാകും. ആ അധികാരമാറ്റം ഉണ്ടായാൽ ഇതിന്റെ ഉത്തരവാദികളൊക്കെ അതിന്റെ അർഹമായ ശിക്ഷ അവർക്കുണ്ടാകും. അവരെ പണം തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഈ 17,65,00,000 രൂപ തിരിച്ചു പിടിക്കുക മാത്രമല്ല, അവർക്കൊക്കെ അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടത്തിനും ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. നിയമസഭയിൽ ഉന്നയിച്ചിട്ട് എന്താ സംഭവിച്ചത്?
നിയമസഭയിൽ ഉന്നയിച്ചിട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി പോലും തരാതെ ഒളിച്ചോടിയത് ആരാണ്? ഇനി മാത്രം ഈ നാട്ടിലെ നികുതി കൊടുക്കുന്ന ഏത് പൗരനും അധികാരമില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ ചോദ്യം ചോദിക്കാൻ? ഏത് പൗരൻ ചോദിച്ചാലും അദ്ദേഹം മറുപടി പറയണ്ടേ? അദ്ദേഹത്തിന് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിയമസഭയിൽ തന്നെ? അദ്ദേഹത്തിന് അറിയാം ഒരിക്കലും അടിയന്തര പ്രമേയ അനുമതി ചോദിച്ചൊരു വിഷയത്തിൽ വീണ്ടും ചോദിക്കുമ്പോൾ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അത് പറഞ്ഞ് പിന്നെ കളിയാക്കും. അപ്പൊ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ ചോദ്യം ചോദിക്കാനുള്ള അധികാരമുണ്ട്. ജലീലിന് അത്തരം ഈ മുടന്തൻ ന്യായങ്ങളൊന്നും പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒപ്പിട്ട രേഖയാണ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ ഹാജരാക്കിയത്. അത് കേരളീയ പൊതുസമൂഹത്തിൽ വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. KT ജലീൽ വായ തുറക്കുന്നത് വരെ, മറുപടി പറയുന്നത് വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പരമാവധി ഒരു 6 മാസം അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ടി വരും. വലിയങ്ങാടിയിലും പ്രസംഗിക്കും, ചെറിയങ്ങാടിയിലും പ്രസംഗിക്കും, തവനൂരിലും പ്രസംഗിക്കും, അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിലും പ്രസംഗിക്കും. അതാ ഞാൻ പറഞ്ഞത്, സഭയിൽ ഒരിക്കൽ പിന്നെ അവതരിപ്പിച്ച വിഷയം അന്ന് അടിയന്തര പ്രമേയം അനുവദിക്കാൻ പോലും സമ്മതിക്കാത്തൊരു സർക്കാരാണ്. സഭയിൽ അവതരിപ്പിച്ചിട്ട് എന്ത് കാര്യം? സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് കാര്യമാണ്? എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടാവും? സഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ സഭയിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയൂ. പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയാറില്ലേ പണ്ട് തോൽക്കുമ്പോൾ? ഉത്തരം മുട്ടുമ്പോൾ പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഉത്തരം മുട്ടുമ്പോൾ സഭയെ പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആലോചിക്കും, ലോകായുക്തയുടെ അധികാരമൊക്കെ എടുത്തു കളഞ്ഞില്ലേ? കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു? ഈ അഴിമതി അന്വേഷണം പേടിക്കുന്ന ഒരു സർക്കാർ KT ജലീൽ അയോഗ്യനായപ്പോ ഇനി വേറെയും മന്ത്രിമാർക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ വരുമോ? അല്ലെങ്കിൽ ജലീൽ തന്നെ വീണ്ടും ഈ കളികളൊക്കെ ഇനിയും പിടിക്കപ്പെടാനുണ്ട് എന്നത് കണ്ടതുകൊണ്ട് ലോകായുക്തയുടെ പല്ലും നഖവും എടുത്തു കളഞ്ഞില്ലേ? എന്തിനാ ലോകായുക്ത? ഈ നാട്ടിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും നടത്തുന്ന അഴിമതി കണ്ടുപിടിക്കാനല്ലേ? ആ അഴിമതി കണ്ടുപിടിക്കാനുള്ള ഒരു അധികാര സ്ഥാപനത്തിന്റെ പല്ലും നഖവും എടുത്തു കളഞ്ഞ ഒരു സർക്കാരിൽ നിന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങളോട് ഞങ്ങൾ സംസാരിക്കും. ജനകീയ കോടതിയിൽ ഞങ്ങൾ നിരന്തരമായി പോകും, ഞങ്ങൾ സംസാരിക്കും, അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ഇനി പിടിച്ചേക്കാൻ കഴിയില്ല. യൂത്ത് ലീഗിൽ അല്ല, അത് ഫിറോസും ജലീലും അല്ല. യൂത്ത് ലീഗിൽ കേരളത്തിലെ UDF നേതൃത്വത്തിന് നല്ല വിശ്വാസമുണ്ട്. എന്താ കാര്യം? KT ജലീലിനെതിരെ ബന്ധു നിയമനം, സ്വജനപക്ഷപാതം, അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോ അന്നും ഇദ്ദേഹത്തിൽ ജലീൽ പറഞ്ഞത് എവിടെ ഫിറോസിന്റെ നേതാക്കന്മാർ, എവിടെ കോൺഗ്രസ് നേതാക്കന്മാർ? അവസാനം ജലീൽ നാണം കെട്ടി രാജിവെച്ചില്ലേ? യൂത്ത് ലീഗിന് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടെന്ന് UDF നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടം അതിശക്തമായി ഉന്നയിക്കും. അതിന് UDF നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയുണ്ട്. ഞങ്ങൾ പോരാ എന്ന് തോന്നിയാലല്ലേ അവരിടപെടേണ്ടതുള്ളൂ. ഞങ്ങൾക്കും നല്ല ആത്മവിശ്വാസം. ഞാൻ പറഞ്ഞത്, അവർക്കറിയാം യൂത്ത് ലീഗ് അത് മതിയായ കോമ്പിറ്റന്റ് അതോറിറ്റിയാണ്. അതെ, ഇത് ജലീലിനെ പോലെയുള്ള ഒരാളെ മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ MLA അല്ലേ അദ്ദേഹം? ഇതിനേക്കാൾ വലിയ അധികാര സ്ഥാനത്തായിരുന്നില്ല അദ്ദേഹം നേരത്തെ ഇരുന്നത്. ആ അധികാര സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേവലം MLA അല്ലേ? ആ MLA പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ യൂത്ത് ലീഗിന് നല്ല പ്രാപ്തി ഉണ്ടെന്ന് ഞങ്ങളെ നേതാക്കന്മാർക്ക് അറിയാം. ഒറ്റയാളല്ല, യൂത്ത് ലീഗാണ്. ഒറ്റയാളുടെ പ്രശ്നമല്ല. യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്യുന്നു ഞാൻ, അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക്. അല്ലാതെ ഫിറോസിന്റെ പോരാട്ടമല്ല. എനിക്കെന്ത് വ്യക്തിപരമായി ഞാനും ജലീലും തമ്മിൽ എന്തിനു പോരാടണം? ഞങ്ങൾ തമ്മിൽ നല്ല സൗഹാർദ്ദമായിരുന്നു. ഒരു പോരാട്ടത്തിന്റെ പ്രശ്നവുമില്ല. പക്ഷെ അദ്ദേഹം എന്നു മുതലാണോ തെറ്റ് ചെയ്തത്, എന്നു മുതലാണോ അഴിമതി നടത്തിയത്, എന്നു മുതലാണോ സ്വജനപക്ഷപാതം നടത്തിയത്, അന്ന് മുതൽ യൂത്ത് ലീഗ് പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. താങ്ക് യു. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. അത് നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. ഇതൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം. അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചു. അദ്ദേഹത്തിന് അതിന്റെ ന്യായീകരണങ്ങളുണ്ട്. നമ്മളിപ്പോ പറയുന്നത് ഈ പ്രധാനപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെങ്കിലും അതായത് വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ശ്വാസം മുട്ടി ഇങ്ങനെ പോകുമ്പോൾ അവസാനം ഒരു ചവിട്ടലുണ്ട്. നിലത്ത് ഒരു ചവിട്ടി ഇതൊന്ന് പൊങ്ങാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമത്തിലാണ് മുമ്പ്. ആ ശ്രമവും പരാജയപ്പെടുന്നതാണ് ഇപ്പൊ ഇന്ന് കണ്ടത്. ധോത്തി ചലഞ്ച്, ധോത്തി കീറത്തുണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാന്നല്ലാതെ അതിന്റെ തെളിവുകൾ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ
അദ്ദേഹം മുമ്പ് പറഞ്ഞത് എന്താണ്? എനിക്ക് വലിയ വിശ്വാസവും സ്നേഹമൊക്കെ ഉള്ള ആളാന്നല്ലേ. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഇത് പി കെ ഫിറോസ് ഒറ്റക്കല്ല ഞങ്ങളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. യൂത്ത് ലീഗിന്റെ ദൗത്യ ചലഞ്ച് മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ ഫണ്ട് കളക്ഷനും സുതാര്യമായിട്ടാണ് നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ഞങ്ങൾ കൃത്യമായി പാർട്ടിയുടെ ഫോറങ്ങളിൽ അവതരിപ്പിച്ചതാണ്. അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ എതിരാളി അനീഷിന്റെ വ്യക്തിപരമായി ഞാൻ കാണിച്ചുതരാം. അനീഷിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾക്ക് അതിന്റെ തെളിവുകൾ, പക്ഷെ അത് വാർത്തയാക്കാനല്ല. നിങ്ങൾ വാർത്തയാക്കുകയും വേണ്ട. കാരണം എന്താ പറഞ്ഞാൽ അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കാരണം ഞങ്ങളെ പാർട്ടി ഫോറങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു സംഘടന, അപ്പോൾ കണ്ണൂർ ജില്ലയിൽ CPM ദൗത്യ ചലഞ്ച് നടത്തുന്നുണ്ട്. എത്ര ബിരിയാണി ചലഞ്ചുകൾ, എന്തെല്ലാം ചലഞ്ചുകൾ. മാത്രമല്ല ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു സാധനമാണ്. ആ ഗിഫ്റ്റായിട്ട് കൊടുത്ത സാധനം ഞങ്ങൾ എന്തിനാണ് പബ്ലിക്കിനോട് പറയേണ്ട കാര്യങ്ങൾ? ഒരു മിനിറ്റ് ഞങ്ങള് കൃത്യമായി ഇതുപോലെ